ഞാൻ റെയിൽ മന്ത്രിയല്ല. വേണ്ട, കേന്ദ്രമന്ത്രിയാണല്ലോ. റെയിൽ മന്ത്രിയല്ല, കേന്ദ്രമന്ത്രിയാണല്ലോ. പക്ഷേ ആവശ്യമാണോ? വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല, സർക്കാരിനുള്ള അനുഭവങ്ങൾ ഒരിക്കലുമില്ല. ഞാൻ ഇവിടുത്തെ സർക്കാരിൻ്റെ നടപടികളെയോ അവരുടെ നയങ്ങളെയോ ചോദ്യം ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഒരു ജനകീയ നയമാണ്. ഒരുപക്ഷെ റെയിലിൻ്റെ പേരിൽ കേരളത്തെ ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ള മലയാളികളെപ്പോലും ഹൃദയനൊമ്പരമുണ്ടാക്കിയ ഒരു വികസനത്തിൻ്റെ പേരിലുള്ള ഒരു അധമ പ്രവർത്തനം നിങ്ങളുമൊക്കെ കണ്ടതല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുന്നത്? ആർജവമുണ്ടെങ്കിൽ 2 ലൈന് കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം. 2 ട്രാക്ക് കൂടി കൊണ്ടുവരാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരതിൻ്റെ ഇൻ്റർമിറ്റൻറ്റ് സർവീസസ് ഉണ്ട്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. മെട്രോ റെയിലിന് തുല്യമായി 2 സിറ്റി അല്ലെങ്കിൽ 3 സിറ്റിയെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമിറ്റൻറ്റ് സർവീസ്. അതൊക്കെ റൂട്ട് ബസ് ഓടുന്നത് പോലെ ഓടും. പക്ഷേ അന്നേരം പിന്നെ ചില മാഫിയകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് മുടക്കാൻ വേണ്ടി റെയിൽവേ വികസനം സാധ്യമാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ദുഷിച്ച രാഷ്ട്രീയം ഉന്നയിക്കൽ മാത്രമാവും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കുന്നത്. അല്ല, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഞാൻ റെയിൽ മന്ത്രിയല്ല. വേണ്ട, കേന്ദ്രമന്ത്രിയാണല്ലോ. റെയിൽ മന്ത്രിയല്ല, കേന്ദ്രമന്ത്രിയാണല്ലോ. പക്ഷേ അങ്ങനെ വകുപ്പ് വിട്ട് വകുപ്പിലേക്ക് കേരളത്തിന് കേരളയിൽ ആവശ്യമാണോ? വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നമുക്ക് സംവിധാനമുണ്ട്. പിന്നെയും എന്തിന് ജനദ്രോഹം, പ്രകൃതി ദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം? ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ്. ആ ഫ്ലഡിൻ്റെ ഒരു ജിയോമെട്രിയും എർഗണോമെട്രിക്സും ഒക്കെ നിങ്ങൾ പരിശോധിക്കൂ. സ്ഥാപിക്കപ്പെടാൻ പോകുന്ന സംവിധാനം എങ്ങനെയാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത്? റെയിൽ വേണമെന്ന് പറയുന്ന എഞ്ചിനീയർമാർക്ക് എൻവയൺമെൻറ്റൽ സയൻസ് എന്താണെന്ന് അറിയില്ലല്ലോ. അറിയാത്തവർ അറിയുന്നവരെ കൊണ്ട് റിപ്പോർട്ടുകൾ സ്വീകരിക്കും, സൃഷ്ടിക്കും. ആ സൃഷ്ടിയിൽ അധമമില്ല എന്നെങ്ങനെ നമ്മൾ പറയും? അവിടെ ചർച്ച വരും. ആ ചർച്ച ഇന്ന് കേരളം പറയുന്നത് വേണ്ട എന്നാണെങ്കിൽ ആ വേണ്ടായുടെ കൂടെയാണ് ഞാൻ.